തോൽപ്പിക്കണം, പരാജയപ്പെടുത്തണം, സ്വർഗത്തെ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ മഹർഷി അദ്ദേഹത്തെ കൊണ്ട് പറയാണ്, വിശ്വജിത്ത് എന്ന യാഗം ചെയ്യും. ആ യാഗം ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തു, ഭഗവാൻ എല്ലാം തരുന്നു. അങ്ങനെ വിശ്വജിത്ത് യാഗം ചെയ്തു, ഭഗവാനെ പ്രീതിപ്പെടുത്തി. വിധി പോലെയൊക്കെ ഹോമം ചെയ്തപ്പോൾ ആ ഹോമിക്കപ്പെട്ട യാഗാത്തിൽ നിന്നും ഒരു സ്വർണ്ണത്തേര് വന്നു. 4 കുതിരകൾ, ഇന്ദ്രന്റെ കുതിരകൾക്ക് തുല്യമായിട്ടുള്ള 4 കുതിരകൾ വന്നു. സിംഹത്തിന്റെ അടയാളമായിട്ടുള്ള ഒരു കൊടിമരം വന്നു. സ്വർണ്ണഗംഭീരമായിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള വില്ല് കിട്ടി. ഒരു ആവനാഴി, എത്ര അമ്പൊടുന്നാത്ത ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ആവനാഴിയും കിട്ടി. ആ സമയത്ത് പ്രഹ്ലാദന്, ദക്ഷനല്ലേ പ്രഹ്ലാദൻ, വലിയ സന്തോഷം തോന്നി. ആ കുട്ടിക്ക് ബലിക്ക് ഒരു വാടാത്ത പൂമാല തന്റെ പൗത്രന് നൽകി എന്ന് പറയാണ്. ശുക്രമഹർഷി ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള ശംഖം തന്റെ ശിഷ്യന് സമ്മാനിച്ചു. അദ്ദേഹം ഈ സ്വർണ്ണത്തയിലൊക്കെ കയറിയിരുന്ന്, കാരണം ഇത് അദ്ദേഹത്തിന്റെ ശ്രമം കൊണ്ട് മാത്രം നേടിയെടുത്താണ് യാഗം ചെയ്തിട്ട്, അല്ലേ? അപ്പൊ അദ്ദേഹം ആ സ്വർണ്ണത്തയിൽ കയറിയിരുന്നു. തന്റെ ഗുരു സമ്മാനിച്ചിട്ടുള്ള ശ്രേഷ്ഠമായ ശംഖധ്വനിയെ മുഴക്കിക്കൊണ്ട് ഇന്ദ്രന്റെ ലോകത്തേക്ക് യാത്രയായി. ഈ ശംഖധ്വനി കേട്ട് ഇന്ദ്രലോകം തന്നെ നെട്ടിക്കുറച്ചു എന്ന് പറയണം. അപ്സരസ്ത്രീകൾക്ക് ഓടി ഒളിച്ചു. ഇന്ദ്രന് ഭീതിയായി. അപ്പൊ വേഗം ഇത് മനസ്സിലാക്കിയ ഇന്ദ്രൻ, മഹാബലിയുടെ വരവാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ വേഗം ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഞാൻ ഇദ്ദേഹത്തെ വധിച്ചാണല്ലോ, ഈ ബലിയെ ഞാൻ വധിച്ചല്ലേ, പിന്നെ എങ്ങനെയാണ് ഇയാള് ജീവിച്ചു വന്നത്? പിന്നെ അവൻ വരുന്ന വരവോ യാഗാഗ്നി പോലെ വരികയാണ്, പ്രളയാഗ്നി പോലെ വരികയാണ്. അവൻ വന്നുകൊണ്ടിരിക്കുന്നത് ശരീരബലം, മനോബലം എല്ലാം തികഞ്ഞാണ്. അതുകൊണ്ട് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ ബൃഹസ്പതി പറഞ്ഞു, ഇതെല്ലാം ആ ബ്രഹ്മജ്ഞനായിട്ടുള്ള അവരുടെ ഗുരുവായിട്ടുള്ള ശുക്രമഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചത്. ആ ശുക്രമഹർഷി അദ്ദേഹത്തെ തേജസ്വിയാക്കി തീർത്തിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോ പറയുന്നു ബൃഹസ്പതി, എന്താ ചെയ്യാതെ ഇന്ദ്രൻ? ഒരു നിവൃത്തിയില്ല. വിഷ്ണു ഭഗവാൻ അല്ലാതെ മറ്റാരും അദ്ദേഹത്തെ ഒന്നും പരാജയപ്പെടുത്താൻ സാധിക്കില്ല, നേരിടാൻ സാധിക്കില്ല, അതിന് ശക്തി ആർക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ദേവലോകം ഉപേക്ഷിച്ച് പൊക്കോളൂ, സ്വർഗത്തിൽ നിൽക്കണ്ട, പൊക്കോളൂ. അതന്നെയാണ്, അല്ലാതെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. പിന്നെയോ അയാൾക്കൊരു അധപ്പതനം ഉണ്ടാവും. എല്ലാവർക്കും കാലം ഒരുപോലെ ഉണ്ടാവില്ലല്ലോ, അല്ലേ? കാലം നല്ലതാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അനുകൂലമായിരിക്കും. അപ്പൊ കാലം നല്ലതാ മനസ്സിലാക്കുക. നമുക്കെല്ലാം ഒരു കഷ്ടം വന്നു, വിപരീതമായിട്ട് വന്ന കാലം മോശമാണെന്ന് വിചാരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു അധപ്പതനം അയാൾക്ക് സംഭവിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സർവവും തിരിച്ചു കിട്ടും എന്ന് സമാധാനിപ്പിക്കുന്നു. ഇപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം കിട്ടിയതെന്ന് പറഞ്ഞില്ലേ? അതേ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചു, വിഷ്ണു ഭഗവാനെ തൃപ്തിപ്പെടുത്തി, എല്ലാം കൊടുത്തു. ഇതുപോലെ ഈ ഗുരുവിനെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാതെ അതിനെ അനുസരിക്കാതിരിക്കുന്ന ഒരു സമയം വരും. ഗുരു പറഞ്ഞത് ഈ ശിഷ്യനെ അനുസരിക്കില്ല. അപ്പൊ ആ ഗുരുവിന്റെ ശാപം ഏൽക്കേണ്ട ഒരു സന്ദർഭം വരും. അപ്പൊ നിങ്ങൾക്ക് ആ സ്വർഗം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശുക്രമഹർഷി എന്ത് ചെയ്തു? അസുരനെ കൊണ്ട്, മഹാബലിയെ കൊണ്ട് അശ്വമേധയാഗം, 100 അശ്വമേധയാഗം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രപദവി ആർക്കും കൈക്കലാക്കാൻ പറ്റിയ സ്വന്തമാകും. അസുരന്മാരെങ്ങനെയാണ്? അവരുടെ ശക്തി തിരിച്ചു കിട്ടിയാൽ വീണ്ടും അത് ശക്തിയായിട്ട് അവരുടെ ആ ഫലം ശയിക്കുന്ന സമയത്ത് കഠിനമായ തപസ്സിന് പോകും. ദേവന്മാരങ്ങനെയല്ല, എല്ലാം പ്രാർത്ഥിക്കും, ഈശ്വരൻ പ്രത്യക്ഷപ്പെടും, വരങ്ങളൊക്കെ കൊടുക്കും, സുഖലോലുപതയിൽ നിന്ന് ജീവിക്കും. ഈ അസുരന്മാർ വന്ന് കുട്ടി വാതിൽ വിളിക്കുമ്പോഴേ ഇവർക്ക് അറിയുള്ളൂ കഷ്ടസമയം വന്നു. ഉടനെ ഇവരെ ഭഗവാന്മാരോടുകൂടി കൊടുക്കും. അസുരന്മാരങ്ങനെയല്ല, ഈ ഗുരു ഉപദേശിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ തപസ്സിന്റെ ഫലം കുറഞ്ഞു, തപസ്സിന് പോയിക്കോളൂ. അങ്ങനെ ഈ അശ്വമേധയാഗം ചെയ്യുന്ന സമയത്ത് ഈ ഗുരുകൃപയാൽ ഈ ബലിയുടെ വൃത്തി 3 ലോകങ്ങളിൽ രാജിച്ചു എന്ന് പറയണം. പിന്നെയോ ആ മഹാമനസ്കനായിട്ടുള്ള ബലി എന്താണ്? സർവ ഐശ്വര്യങ്ങളും 3 ലോകങ്ങൾ കീഴടക്കി. ഇന്ദ്രലോകമല്ല, 3 ലോകങ്ങളും ത്രൈലോക്യങ്ങളും കീഴടക്കി സുഖമായിട്ടിരുന്നു. എല്ലാം നേടിയെന്നൊരു ഉദാർത്ഥത. ഞാൻ എല്ലാം തികഞ്ഞവനായി, ഇപ്പൊ എനിക്ക് എല്ലാവരും എന്നെ പേടിച്ചതാ. ദേവന്മാരെല്ലാം ഭൂമിയിലെ അലഞ്ഞു തിരിയാണ്, നാഥന്മാരെ പോലെ. എല്ലാം നഷ്ടപ്പെട്ട് ഈ ലോകങ്ങളെല്ലാം എൻ്റെ കൈക്കൽ വന്നു എന്നുള്ള ഒരു കൃതാർത്ഥത. ഈ സമയത്ത് ശരണം പ്രപന്ന പൂജനം തതുരിതം ഹി പയോവ്രതാഗ്യം സാ ദ്വാദശാഹം അചരത്വയി ഭക്തിപൂർണ. തൻ്റെ മക്കളായ ദേവന്മാർക്ക് ഇങ്ങനൊരു കഷ്ടകാലം വന്നു എന്നറിഞ്ഞ അതിഥി മാതാവ്, ദേവന്മാരുടെ മാതാവാണ് അതിഥി. വളരെ ദുഃഖിച്ചു. അവർക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന്
അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ഭർത്താവായുള്ള കാശിമൂർത്തി ആശ്രമത്തിലേക്ക് വരികയാണ്. അദ്ദേഹം കുറേ കാലം തപസ്സിന് പോയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് വേണ്ടത്. വന്നു ആശ്രമത്തിലെത്തി. അവിടെ അതിഥിയുടെ മുഖം മ്ലാനമായിരിക്കുന്നതുകൊണ്ടു ചോദിച്ചു, എന്താ ഈ മ്ലാനതയ്ക്ക് കാരണം? എന്തിനാണ് ഭഗവതി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ പറഞ്ഞു, ചോദിക്കുകയാണ്, വല്ല വിധത്തിലും ധർമ്മഹാനി സംഭവിച്ചോ? ബ്രാഹ്മണർക്ക് വല്ല ദുഃഖവും ഉണ്ടായോ? വേണ്ട വിധത്തിൽ അതിസൽക്കാരം ചെയ്തില്ലേ? ആർക്കെങ്കിലും അതിഥിപുത ലഭിക്കാതെ ഇവിടുന്ന് അപ്രിയമായിട്ട് പോയിട്ടുണ്ടോ? അഗ്നിഹോത്രമൊക്കെ ശരിക്കും നടക്കുന്നില്ലേ? നീ ബ്രാഹ്മണന്മാരെ ശരിയായിട്ട് നീ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആശ്രമത്തിന് എന്തെങ്കിലും കോട്ടൊക്കെ വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം അല്ലേ? ആ ദിവസമുള്ള അഗ്നിഹോത്രമൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അവസാനം ചോദിക്കുകയാണ്, ഭഗവതിയുടെ പുത്രന്മാർക്കൊക്കെ സുഖം തന്നെയില്ലേ? അങ്ങനെയാണ് ഒരു പ്രജാകൽപ്പനായിട്ടുള്ള ഋഷി എന്ന് പറയുമ്പോൾ പ്രജകൾ പുത്രന്മാർക്ക് തുല്യായിരിക്കണം, അല്ലാതെ പുത്രന്മാർക്കല്ല പ്രാമുഖ്യം കൊടുക്കേണ്ടത് അല്ലേ? രാമന്റെ കഥ രാമായണം പഠിച്ചിട്ട് ധർമ്മോ വിഗ്രഹമാണല്ലേ? ആ പ്രജകളെ സ്വന്തം അല്ലേ? അതിന് വേറെ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നമ്മളങ്ങനെ പറയാം ധർമ്മത്തിന്റെ വിഗ്രഹം എന്ന് പറയുന്നത്. എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും ആ ധർമ്മ സംരക്ഷണത്തിനായിട്ട് എന്തു തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാലും അങ്ങനെ ഇരിക്കണം. അപ്പൊ ആ കാശ്യപ പ്രജാപതി അവസാനമാണ് മക്കളുടെ കാര്യം ചോദിക്കുന്നത്. ദേവമാതാവിനോട് മക്കൾക്കൊക്കെ സുഖം തന്നെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അവര് പറഞ്ഞു, അല്ലയോ സർവജ്ഞനായിട്ടുള്ള കർഷി എല്ലാം അറിയും. ഇത് പറഞ്ഞു, സർവജ്ഞനാണ്, അദ്ദേഹത്തിന് അറിയാത്തൊന്നുമല്ല. ചോദിച്ചു പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും ക്ഷേമം തന്നെയാണ്. കാരണം ലോകാ സമസ്ത സുഖിനോകം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളൊക്കെ തപസ്സനുഷ്ഠിക്കുന്നത്. അവര് ചെയ്യുന്ന ദോഷന്റെ ഫലമാണ് നമ്മൾ സുഖമായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ കൃപ കൊണ്ട്, ഇങ്ങനെയൊരു തപോഫലം കൊണ്ട്, തപോധനം കൊണ്ട് ഇവിടുത്തെ ആശ്രമത്തിനും ധർമ്മത്തിനും മർത്തകാമങ്ങൾക്കും ഒന്നും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് പറയാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ അതിഥികൾ വരുന്ന അതിഥികളൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട്. അഗ്നികൾ ശരിക്കും ജ്വലിക്കുന്നുണ്ട്. അതുപോലെ വൃദ്ധിയന്മാർ, ദുഷ്ടന്മാർ എല്ലാവർക്കും സുഖം തന്നെയാണ്. ഈ ലോകത്തിലെ സാത്വികന്മാര്, താമസന്മാര്, രാജസ്മാര് എല്ലാം അങ്ങയുടെ പ്രതിനിധിയല്ലേ? അങ്ങയുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഉണ്ടായവരല്ലേ? പ്രജാപതിയാണല്ലോ കശ്യപ പ്രജാപതി അല്ലേ? സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടായവരാണല്ലോ പ്രജാപതിമാര്. അപ്പൊ ആ സൃഷ്ടികളൊക്കെ സുഖമായിരിക്കുന്നു എന്ന് പറയണം. പിന്നെ ഈശ്വരനും അങ്ങേക്ക് എല്ലാവരും ഒരുപോലെയല്ലേ? അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ടതായത് അങ്ങേക്ക് ഇപ്പോ ഇതിനോട് കൂടുതൽ സ്നേഹം അസുരന്മാരോട് അങ്ങനെയില്ലേ? അസുരന്മാരുടെ പിതാവും കാശ്യപ പ്രജാപതി തന്നെയാണ്. മാതാവ് അതിഥി മാതാവ് ദേവന്മാരുടെ മാതാവ്, അച്ഛൻ ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങേക്ക് സമഭാവനയാണ് എല്ലാവരോടും എന്ന് എനിക്കറിയാം. ഈശ്വരനും അതുപോലെയാണ്. എല്ലാവരോടും സമമാണ്. ഈശ്വരക്ക് പക്ഷഭേദമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈശ്വരനൊരു സങ്കല്പം ഉണ്ടാവുമോ? ഈശ്വരനും എല്ലാവരും ഒരുപോലെയാണ്. അസുരന്മാര് പ്രാർത്ഥിച്ച് അവർക്ക് മരം കൊടുക്കും, അവരെ അനുഗ്രഹിക്കും. ഇപ്പൊ ഈ ബലിയുടെ കഥ തന്നെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന പോലെ വിഗ്രഹിക്കൊന്നും ചെയ്തിട്ടില്ല. പൂർണ്ണമായിട്ട് ദേവന്മാർക്ക് പോലും കൊടുക്കാത്ത രംഗത്തെ കൊടുത്ത് അനുഗ്രഹിക്കാനാണ് ഇവിടെ വാമനാവതാരം കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് കഥ പഠിക്കണമെന്ന് പറയുന്നത്, മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇതിലൂടെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റട്ടെ, ഇത്തരം മുട്ടി നിൽക്കാൻ പാടില്ലല്ലോ. ആ കഥകളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ പറയാണ്, ഈശ്വരനും എല്ലാവരും സമഭാവനയാണ്. പക്ഷെ ഭഗവാനെ ഇങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ആ ഭഗവാനെ അനന്യ ഭക്തി എവിടെ ഭഗവാനോട് ഉണ്ടായാൽ, ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ആ ഏകാന്ത ഭക്തി വന്നു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായും ഭക്തന്മാരെ കൈവിടില്ല. എത്ര കഥകളുണ്ട് നമുക്ക് പറയാം. ഇപ്പോഴും ഉണ്ട് നമ്മുടെ ചുറ്റും എത്രയോ കഥകൾ അല്ലേ? ഭഗവാൻ നമ്മളെ കൈവിടില്ല. ഒരിക്കലും നമ്മൾ കൈകൂപ്പി കരേന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു തുള്ളി കണ്ണുനീർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭക്തനെ കൈവിടിയില്ല ഭഗവാൻ. പക്ഷെ ആ ഭക്തി നമുക്ക്, ആ അനന്യമായ ഏകാന്ത ഭക്തി നമുക്ക്, ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്നു കരി നാരായണൻ. അത് വൈകാൻ പാടില്ല. അതാണ് വൈകുന്നത്. നമുക്ക് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഏകാന്തമായ ഭക്തി നമുക്ക് ഉള്ളിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ പറയാണ്, ദിതി പറയാണ്, ഞാനിതാ ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ്. എന്റെ പുത്രന്മാരുടെ ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാ അസുരന്മാരും തട്ടിപ്പറിച്ചു. അവരിപ്പോ ഭൂമിയിൽ പോയി അനാഥകളെ പോലെ അനന്യത്തിൽ നടക്കുകയാണ്. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഭഗവാൻ ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കശ്യപമുനി പറഞ്ഞു, ഭഗവാന്റെ മായാശക്തി കൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ ഈ സ്നേഹബന്ധത്താൽ, ഈ പാശത്താൽ ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ പാശം, ഈ മായാശക്തിയാണ് അല്ലേ? ജ്ഞാനിനാമവിജേതാംസി ദേവി ഭഗവതി സാ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി അല്ലേ? സാക്ഷാൽ മണിമരം പോലും ആ മായ മോഹിപ്പിക്കുന്നുണ്ട്. ആ മായാശക്തി കൊണ്ടാണ് പരസ്പര ബന്ധ സ്നേഹം തോന്നുന്നത്. എന്താണ് പറയുന്നത്? അങ്ങനെയെങ്കിലും അതിഥി ഈ ദുഃഖത്തിൽ നിന്നും പുറത്തു വരട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ പുത്രഭാവത്തിൽ തന്നെയാണ്. അപ്പൊ മനസ്സ് മാറുന്നില്ല.
ഉപദേശിക്കുകയാണ്. പഞ്ചഭൂതങ്ങളാലാണ് ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ആത്മസ്വരൂപം, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. ആത്മാവെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തോടും ഈ പ്രപഞ്ച വസ്തുക്കളോടും യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഈ പ്രപഞ്ചമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിലേക്കുന്ന ദുഃഖവും ശരീരത്തിന് ഏൽക്കുന്ന ദുഃഖമൊക്കെ നമ്മുടെയാണ് വരുന്നത്. ശരീരത്തിന് എന്തെങ്കിലും ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ ദുഃഖം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അജ്ഞാനം കൊണ്ട്. വാസ്തവത്തിൽ ഈ ശരീരത്തിന് വല്ല ബന്ധമുണ്ടോ? ഈ ആത്മാവിന് വല്ല ബന്ധമുണ്ടോ ഈ വരുന്ന ദുഃഖങ്ങൾക്ക്? അത് ശരീരത്തോടെ നിന്നു. ശരീരം എത്ര ദിവസം ഉണ്ടാവും? നമ്മളെ താഴെ ഭരിക്കുന്നത് വരെ, അല്ലേ? നമ്മളെ എത്ര കാലം ജീവിച്ചിരിക്കുന്നു ശരീരം ദുഃഖം അത്രയേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് കയറിയിട്ട് നിൽക്കുന്നതായ ജീവൻ ആത്മസ്വരൂപം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിന് ദുഃഖമുണ്ടോ? അതിനെ മായ ബാധിക്കാൻ പാടില്ല. ആത്മാവിലെ പുത്രന്മാരെന്നോ ഭർത്താവെന്നോ വ്യത്യാസമുണ്ടോ? എല്ലാം പറയണേ, എല്ലാം ഒന്ന് തന്നെയല്ലേ? ആത്മാവെല്ലാം ഒന്ന് തന്നെയല്ലേ? എന്നൊക്കെ കുറേ ഉപദേശിച്ചു. ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് വേഗം ഓടിച്ചു പറയണത്. അതുകൊണ്ട് ഭഗവാനെ സേവിക്കൂ. നിനക്ക് എന്താണെന്നറിയോ ഒരു പരിഹാരം? ഭഗവാനെ ആശ്രയിക്കൂ. ഭഗവതി പറഞ്ഞല്ലോ എന്നെ ആശ്രയിക്കുന്നു, എന്നെ ആശ്രയിക്കുക. എന്തെങ്കിലും ദുഃഖം വന്നാൽ ആരെ ആശ്രയിക്കേണ്ടത്? ഭഗവാനെ ആശ്രയിക്കൂ. അപ്പൊ ഒരിക്കലും ആ ഭഗവാനോട് കാണിക്കുന്ന ഭക്തി പാഴായി തീരില്ല. അതുകൊണ്ട് ആരാധിക്കൂ എന്ന് പറയണം. ആ ഭഗവാൻ അനുഗ്രഹിക്കും. അപ്പൊ ചോദിച്ചു, എങ്ങനെയാ ആരാധിക്കുക, എങ്ങനെയാ പൂജിക്കുക, അതിനെ പറഞ്ഞു തരണം എന്ന് പറയാണ്. അപ്പോൾ കശ്യപപ്രയാഗ് പറഞ്ഞു, എനിക്ക് ബ്രഹ്മദേവൻ ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ ഇതിന് മറുപടി ആയിട്ട് എനിക്ക് ഉപദേശം തന്നിട്ടുണ്ട്, ഒരു വ്രതം ആചരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പയോവ്രതം ഉപദേശിച്ചു കൊടുക്കുകയാണ് അരിമാതാവിനെ. മീനമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 12 ദിവസം ആചരിക്കുന്ന വ്രതമാണ് ഈ പയോവ്രതം. ഈ വ്രതം ആരംഭിക്കുന്നത് ആ തലേ ദിവസമായ അമാവാസി ദിവസം. അന്ന ദിവസം പന്നി കുത്തി പിളർത്തിയെടുത്ത മണ്ണ്, പന്നി കുത്തിയെടുക്കുമല്ലോ, മണ്ണിനെ തോണ്ടി പുറത്തുവിടുമല്ലോ, ആ മണ്ണ് ദേഹത്ത് തേച്ച് നല്ല പുണ്യകൃത്യത്തിൽ പോയി കുളിക്കണം. എന്തിനാ? ആ മണ്ണിന് എങ്ങനെയാ? ആ മണ്ണിന് എന്താ പ്രത്യേകത? അതിന് പരിശുദ്ധി കൂടും, ശുദ്ധത കൂടും, ചൈതന്യം കൂടും. അപ്പൊ ആ മണ്ണ് തേച്ച് കുളിച്ച് നല്ല പുണ്യകൃത്യത്തിൽ പോയി സ്നാനം ചെയ്യണം. ആ സ്നാനം ചെയ്യുമ്പോഴും അങ്ങനെ മണ്ണ് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ മണ്ണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്തു. എന്താണ്? ത്വം ദേവ്യാദിവരാഗേണ രസായാസ്ഥാനമിച്ഛല ഉദ്ധൃതാസിമത്വഭ്യം പാപാനം നീ പ്രണാസ്യ. അല്ലയോ ഭൂമിദേവി, ആദിവരാഹം പൂർത്തിയായിരുന്നുകൊണ്ട് ആ ഹിരണ്യാക്ഷനെ വധം ചെയ്ത് ജീവജാലങ്ങൾക്കെല്ലാം വാസസ്ഥാനമായിട്ട് ആ രസാതലത്തിൽ നിന്ന് ഭഗവതിയെ ആ മഹാവിഷ്ണു വരാഹ അവതാരമെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നില്ലേ? ഹിരണ്യാക്ഷനെ വധിച്ച് ഉയർത്തിക്കൊണ്ടുവന്നില്ലേ? അങ്ങനെ ദേവിയെ ഞാനവ നമസ്കരിക്കുന്നു എന്ന മന്ത്രപൂർവ്വം ദിവസം വിളിക്കുമ്പോൾ ചൊല്ലണം എന്ന് പറഞ്ഞ് അതിന് ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെ പ്രാർത്ഥിച്ച് കുളിക്കണം, നിത്യാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് നിലത്ത് തന്നെ കിടന്നുറങ്ങാൻ പാടുള്ളൂ. വെറും നിലത്ത് കിടന്നുറങ്ങണം. 3 നേരം കുളിക്കണം. ചീത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഒരു ജീവിയെ ഉപദ്രവിക്കരുത്. എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കണം. പൂജ ചെയ്യുന്ന സമയത്ത് വിഗ്രഹത്തിൽ ചെയ്യാം, അഗ്നിയിൽ ചെയ്യാം, ജലത്തിൽ ചെയ്യാം. ഇതൊന്നും സാധ്യമെങ്കിൽ ഗുരുവിന് ചെയ്യാം. ഇത് ചെയ്യാൻ പോകുന്നത് എല്ലാം ഭഗവാനിലേക്ക് തന്നെയാണ് നിർദ്ദേശിക്കുകയാണ്. പായസം ഹോമമൊക്കെ ചെയ്യണം. ദിവസം ആ പായസം പയോവ്രതം പാൽപ്പായസം വെച്ച് നിവേദിച്ച് അതിനെ നിവേദ്യമായിട്ട് സ്വീകരിക്കണം. വേറെ അന്നപാനാദികളൊന്നും കഴിക്കരുത്. ധാരാളം ദക്ഷിണകളൊക്കെ നൽകണം. ബ്രാഹ്മണ ഭോജനം ചെയ്യണം. നൃത്തം, വാദ്യം, ഗീതം കൊണ്ട് ഭഗവാനെ പിടിപ്പിക്കുന്നൊക്കെ അനവധി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതാണ് എനിക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു തന്ന പയോവ്രതം. ഇതനുഷ്ഠിച്ചാൽ ഭഗവതിക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഭഗവതി വിചാരിക്കുന്ന കാര്യത്തിൽ ഒരു നിവൃത്തിമാർക്കും ഉണ്ടാവാതിരിക്കില്ല. അനുഷ്ഠിച്ചോട് പറയണം. പിന്നെ എന്തിനായി ദാനം, വ്രതം, യജ്ഞമൊക്കെ നടന്നത്? ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ്. ഈ വ്രതം ശ്രദ്ധയോടെ അനുഷ്ഠിക്കാൻ എന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമെന്ന് പറയണം. അപ്പൊ ഈ യജ്ഞങ്ങളൊക്കെ എന്തിനാണ്? ഈ നാരായണ യജ്ഞം എന്താണ്? സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് വന്നിട്ട് നമ്മളെ കരുതിരിക്കാൻ. ഒരു നേരം ഇവിടെ വന്നിരുന്നാലും, ഒരു നാമം ചൊല്ലിയാലും, ഒരു പൂജയിൽ കൊണ്ടെടുത്താലും, ഒരു നാമം കേട്ടാലും, ശ്രവണം കേട്ടാലും ഭഗവാൻ നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. കലികാലാണ്, അപ്പൊ ബലം കൂടും, അല്ലെ? മറ്റേ യുഗങ്ങളെ പോലെ ഒരു പ്രയാസമില്ല കലികാലത്ത്, അല്ലെ? പറയുന്നുണ്ട് വെറും നാമജപം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യജ്ഞം. അങ്ങനെ അതിഥി ആ 12 ദിവസം ശ്രദ്ധാഭക്തിയോടുകൂടിയൊക്കെ ആചരിച്ചു. 11ാം ദിവസമായി ആ ഭഗവാൻ 4 തൃക്കൈകളോടെ അവിടെ വന്ന് മുമ്പിൽ വന്നിട്ട് സ്വയം ആവിരാസി നമ്രാജതാനിക ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷമതി പലരന്യാസി
ആ യജ്ഞമനം നൽകി അനുഗ്രഹിക്കുന്നവനും യജ്ഞങ്ങളാൽ ആരാധിക്കപ്പെടുന്നതുമായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ പാതാരങ്ങളെ സ്വേച്ഛ മാത്രയുടെ ദുഃഖങ്ങളെല്ലാം ശമിപ്പിച്ചുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കണ്ട് അതിഥി ദേവി സ്തുതിക്കുന്നുണ്ട്. സ്തുതി ഗംഭീര സ്തുതിയാണെന്ന ഭാഗവത്തില്. അങ്ങനെ ശരണം പ്രാപിച്ചവരുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഭഗവാൻ വലിയ സന്തോഷമായി. സ്തുതിയൊക്കെ കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, ദേവമാതാവേ, അവിടുത്തെ മനോരഥം എനിക്കറിയാം. എന്താണ്? ആ ദേവന്മാർക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടണം. അങ്ങേക്കും ആ പഞ്ചപുത്രന്മാരോടുകൂടി സ്വകുലാപത്ത് സുഖമായിട്ട് വാഴണം. അതല്ലേ അങ്ങയുടെ മനസ്സിലുള്ള ആഗ്രഹം ഭഗവതിയുടെ? ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇപ്പൊ അതിന് സമയമായിട്ടില്ലേ? ഇപ്പൊ കുറച്ച് കഷ്ടം. എന്താ അറിയോ? ഈ അസുരന്മാരെ മാത്രം ഈ മഹാബലിയെ ഇപ്പൊ തോൽപ്പിക്കാൻ സാധിക്കില്ല. ചെറിയ വിഷമമുണ്ട്. അവർക്ക് ഈശ്വരാനുഗ്രഹം ധാരാളം കിട്ടിയ സമയമാണ്. അവർക്ക് ഈശ്വര അനുഗ്രഹം അനുകൂലമായ സമയമാണ്. മാത്രമല്ല ഈ ബ്രാഹ്മണരും ശുക്രമഹർഷിയും ശിഷ്യന്മാരൊക്കെ നല്ല പോലെ ഈ ബലിയെ സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ രാജാവാണ് ചക്രവർത്തി, അവർക്ക് നല്ല സംരക്ഷണം നൽകുന്നുണ്ട്. അവർ തികച്ചും ധാർമ്മികരാണ്. ആദ്യത്തെ സ്വത്തിന്റെ ഭട്ടതിരി അത് പറഞ്ഞു. എന്താണ്? ചക്രേടി സംയതി കഥോപി ബലിർ മഹാത്മാ. ബലി എന്ന് പറയുന്നത് മഹാബലി മഹാത്മാവാണ്, സത്യനിഷ്ഠനാണ്, ധർമ്മനിരതനാണ്, സത്യസന്ധതയാണ്. ഒരു അണുപോലും ധർമ്മത്തിൽ നിന്നും വ്യതിരിക്കില്ല. അസുരനായാൽ പോലും അങ്ങനെ ബലിർ ആത്മാവാണ്. അവർക്ക് ഈശ്വരാനുഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മാത്രമല്ല അങ്ങനെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതിനൊരു സമയം വരും. അതുകൊണ്ട് പക്ഷേ എനിക്കിപ്പോ ഭഗവതി നേരത്തെ പറഞ്ഞല്ലോ, സമഭാവനയാണ്. അസുരന്മാരോടും ദേവന്മാരോടും തുല്യ അനുഗ്രഹം തന്നെയാണ് ഭഗവാനുള്ളത്. അതുകൊണ്ട് ഭഗവതി ഈ പയോളം വരുന്നത് വൃതാവിലാവില്ല. ഞാൻ എന്തായാലും അനുഗ്രഹിക്കണല്ലോ ഭഗവതിയെ. അതുകൊണ്ട് അഭീഷ്ടം സാധിക്കും. സങ്കടപ്പെടേണ്ട. ഉത്തരന്മാരുടെ രക്ഷയെ കരുതിയാണ് അവിടുന്ന് വ്രതം ഇരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കശ്യപ പ്രജാപതിയുടെ മകനായിട്ട് അവതരിക്കുന്നുണ്ട്. ആ ദേവന്മാരെ എല്ലാവരെയും രക്ഷിക്കുന്നുണ്ട് എന്ന് പറയണം. ഞാൻ അധികം വൈകാതെ തന്നെ ആ കശ്യപ പ്രജാപതിക്ക് മകനായിട്ട് വാമനായിട്ട് അവതരിക്കുന്നു പറയണം. കശ്യപ പ്രജാപതി അതുകൊണ്ട് ഭഗവതി ഒരു കാര്യം ചെയ്തു. കശ്യപ പ്രജാപതിയിലെ എന്റെ സ്വരൂപം കണ്ടുല്ലോ, പ്രത്യക്ഷമായി കണ്ടുല്ലോ. ചതുർഭാഗങ്ങളായിട്ട് മഞ്ഞപ്പട്ടുകൊടുത്ത് എന്റെ ഈ രൂപത്തെ ധ്യാനിച്ച് അദ്ദേഹത്തെ വേണ്ടതുപോലെ പരിചരിക്കൂ, കർത്താവിനെ പരിചരിക്കൂ. അങ്ങനെ വളരെ ബോധ്യമായിരിക്കണം, വളരെ രഹസ്യമായിരിക്കണം. ഇത് ആരോടും പറയരുത്. ഇങ്ങനൊരു അവതാര കഥ ആർക്കും അറിയരുത് എന്ന് ഭഗവാൻ പറഞ്ഞ അപ്രത്യക്ഷനായി. ഭഗവാൻ തന്റെ പുത്രനായ അവതരിക്കാൻ പോകുന്നു കേട്ട അതിഥി വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ മകത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനെ പരിചരിക്കാൻ തുടങ്ങി. ആ കശ്യപ പ്രജാപതിക്ക് സമാധിയിൽ ഇരുന്നുകൊണ്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഭഗവാന്റെ ചൈതന്യം തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഒരു സമയത്ത് ആ ഭഗവത് പ്രവേശിച്ചറിഞ്ഞ അതിഥിയിൽ അതിഥിയിൽ ഈ കശ്യപ പ്രജാപതി വീര്യാധാനം ചെയ്തു. അതിയുടെ ഗർഭമൊക്കെ പക്വമായി. ആ സമയത്ത് ബ്രഹ്മാവെന്ന് സ്തുതിക്കുന്നുണ്ട്. തപസി സന്നിധദത്തദാനിം പ്രാതോസി ഗർഭമതിവേ പ്രണതോ വിധാത്ര പ്രാസൂദജ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണ പുണ്യദിനീ ഭവന്തം. ചിങ്ങമാസത്തിൽ വെളുത്ത ദ്വാദശി തിരുവോണം. ആ പുണ്യദിനത്തിൽ ആ ഉത്രാടത്തിന്റെ അവസാനത്തെ നാഴിക 15 നാഴിക, തിരുവോണത്തിന്റെ ആദ്യപാദമായ അഭിജിത് മുഹൂർത്തം എന്നറിയപ്പെടുന്ന ആ മുഹൂർത്തത്തിൽ വിജയ എന്ന പേരുകൂടി ഈ മുഹൂർത്തത്തിലുണ്ട്. ഈ മുഹൂർത്തത്തിൽ ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആ സമയത്ത് ശംഖദൂത് ദീപാദികളൊക്കെ മുഴങ്ങി. ഗന്ധർവന്മാർ നൃത്തം ചെയ്ത് പാട്ടുപാടി. ദേവന്മാർ, മരുക്കർ, പിതൃക്കൾ, അഗ്നികൾ, സിദ്ധന്മാർ, വിദ്യാധർ, രക്ഷകിന്റെ ഗന്ധാധർ എന്ന് വേണ്ട ലോകം മുഴുവൻ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു എന്ന് പറയാണ്. എന്നിട്ടോ പുണ്യാശ്രമം തമതിവർഷതി പുഷ്പവർഷേ ഭക്ഷാകുലേശ്വരകുലേ കൃതദൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേരി മുദപ്രതിഭ്യാം അക്ഷണേ പടുതമം വടുരുമമാതാകാം. തന്റെ മകനായ അവതരിച്ചിട്ടുള്ള മകനെ ആ കണ്ട സന്തോഷിച്ച് ദേവമാതാവാരി ആശ്ചര്യപ്പെട്ടു. പ്രാർത്ഥിച്ച പോലെ ഭഗവാൻ അവതരിച്ച് വന്നിരിക്കുന്നു എന്ന് ആശ്ചര്യപ്പെട്ടു. കശ്യപന് വിസ്മയിച്ചു. ജയ ജയേരി, ഭഗവാൻ ജയിച്ചാലും എന്ന് കീർത്തിച്ചു. സർവാഭൂഷിതനായിട്ടുള്ള ഭഗവാൻ 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന പൊക്കം കുറഞ്ഞിട്ടുള്ള അവിടെ ഒരു വേഷം സ്വീകരിച്ചു. ഒരു ബാലരൂപം, വാമന രൂപം എന്ന് പറയും. പൊക്കം കുറഞ്ഞ രൂപം, വാമന രൂപമായിട്ട് എന്താ ഒരു നടൻ
എത്ര വേഷം മാറി വരുന്നത് പോലെ ഭഗവാൻ അങ്ങനെ ആ രൂപം കൊണ്ട് അവിടെ വന്നു. സന്തോഷിച്ചു, മഹർഷിമാരൊക്കെ സന്തോഷിച്ചു. കശ്യപനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ ബാലന് ഉപനയനം തുടങ്ങിയ കർമാദികളൊക്കെ ചെയ്ത് ബ്രഹ്മചാരിയാക്കി ഉപനയനം ചെയ്തു എന്ന് പറയണം. താവത് പ്രജാപതി മുഖൈരുപനീയമൗജി ദണ്ഡാദിനാക്ഷവലയാരചമാന ദേദീപ്യമാന ബഹുരീശ കൃതാജ്ഞകാര്യസ്ഥം പ്രാർത്ഥിതാ പരിവൃതം ഭഗദാശ്യവേദം. ഉപനായ സമയത്ത് സൂര്യഭഗവാൻ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊടുത്തു. എല്ലാ ഭഗവാന്മാരും ഭഗവാൻ ഇന്നതരാതെ ദേവി മഹാത്മാക്കളുടെ ദേവികളെ അവതരിക്കുന്ന സമയത്ത് എല്ലാവരും അതേ വിശേഷങ്ങൾ സമാനമായി കൊടുത്തതുപോലെ ഇവിടെ സൂര്യൻ ഗായത്രി മന്ത്രം ഉപദേശിച്ചു. ബൃഹസ്പതി പൂണുനൂല് കൊടുത്തു, കാശ്യപൻ മുഞ്ചപ്പുല്ല് കൊടുത്തു, ഉണ്ണിദേവി കൃഷ്ണമുഖത്ത് മാൻതൂല് കൊടുത്തു, ചന്ദ്രൻ ദണ്ഡം കൊടുത്തു, വേരൻ ഭിക്ഷാപാത്രം കൊടുത്തു, അതിഥി കൗമീനം കൊടുത്തു, അന്തരീക്ഷം ആ കുട കൊടുത്തു, അന്തരീക്ഷ ദേവത ആ കുട കൊടുത്തു, ബ്രഹ്മാവ് കമലം കൊടുത്തു, സപ്തർഷികളെല്ലാം ആ ദർഭ കൊടുത്തു, സരസ്വതി ദേവി ജപമാല കൊടുത്തു, ഉമാദേവി സാക്ഷാൽ ഉമാദേവി അന്നപൂർണേശ്വരി ആദ്യത്തെ ഭിക്ഷ നൽകി. ആ ബ്രഹ്മചാരി കുട്ടിക്ക് ആദ്യത്തെ ഭിക്ഷ സാക്ഷാൽ ഉമാദേവി നൽകിയെന്ന് പറയണം. ആ സംസ്കാരമൊക്കെ കഴിഞ്ഞു. അതിഥി പോലെ ബ്രഹ്മചാരിയായ ഭഗവാൻ ആദ്യമായിട്ട് സവിതദാനം അഗ്നിപൂജ ചെയ്തു. ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കണ്ടേലേ. പറഞ്ഞാൽ പോലെ അവതാരം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക, അവതരിക്കാൻ പറഞ്ഞാൽ ആ തങ്ങളുടെ എല്ലാ നിലകളെയും വിട്ടിട്ട് താഴത്തേക്ക് നമ്മുടെ ഇടയിൽ നമ്മൾക്ക് ജീവിച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇരിക്കേണ്ട ഉപനയനം കഴിഞ്ഞാൽ ഇന്നെ സംസ്കാരം. അങ്ങനെ ഓരോരോ അവതാരങ്ങൾക്കും സമയമില്ലാത്തതുകൊണ്ട് വിസ്തരിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ അഗ്നിപൂജ ചെയ്തു. അങ്ങനെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയും ഭഗവാൻ പെട്ടെന്നാണ് എല്ലാം ചെയ്തു തീർക്കുന്നത്. വളരെ വേഗത്തിൽ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ആ മേരൂപം കൊണ്ടു. അങ്ങനെ ഉപനയനം കഴിക്കപ്പെട്ടു. ദാത്രേണ ഭാവി മതിമോചിതവിരമംബാകുന്ന ദേവധരണി ചലയന്നയാസി ഛത്രം പരോഷ്പതിരണാർത്ഥമിവാദാനു ദണ്ഡം ച ദാനവനീ ശിവ സംവിധാനം. ശുക്രമർഷപുരോഹിതനായിരുന്നു കൊണ്ട് ആ മഹാബലി നടത്തിക്കൊണ്ടിരിക്കുന്ന അശ്വമേധയാഗത്തെ കുറിച്ച് കേട്ടു. വാമനൻ ആ യാഗശാലയിലേക്ക് ആ യാഗശാലയെ ലക്ഷ്യമാറ്റി നടന്നു എന്ന് പറയാണ്. എവിടെയാ ഈ യാഗശാല? നർമ്മദാ നദീതീരത്ത് ഭൃഗുകച്ഛം എന്ന സ്ഥലത്താണ് ഈ യാഗശാല. ഓരോ കാൽവയ്പിലും ആ ഭൂമി കാണുപോകുന്നത് പോലെ കുഞ്ഞു കുട്ടിയാണ്. ഉരുണ്ട് കോലപ്പുഴയൊക്കെ പിടിച്ച് എല്ലാം നാട്ടി ബ്രഹ്മചാരി കുട്ടി അങ്ങനെ വരികയാണ്. പക്ഷേ ആ രൂപം ചെറുതാണെങ്കിൽ എന്താണ്? നടക്കുമ്പോൾ ഭൂമിയൊന്നും താഴ്ന്നുണ്ടത്രേ. ഭഗവാന്റെ ആ ഉള്ളലല്ലേ, പ്രപഞ്ചം മുഴുവനല്ലേ, 14 ലോഹങ്ങൾ കിടക്കുന്നത്. ആ ഭാരം അല്ലേ അറിയിക്കണ്ടേ? ആ ഗംഭീരമായിട്ട്. ഇനിയോ ശത്രുക്കളെ ചൂടിനെ തടുക്കാനാണോ ഒരു കുട പിടിച്ചിരിക്കുന്നത്? തോന്മാർ കുട. അങ്ങനെ നെൽപ്പത്തൂർ പറയുന്നത് ഛത്രം പരോഷ്മതിനാർത്ഥം വിവാദനാനോ ദണ്ഡം ചദാനവനവി. ഇതിനാ ദണ്ട് വെച്ചിരിക്കുന്നത് ആ ശത്രുക്കളെ ഒന്ന് പേടിപ്പിക്കാൻ അല്ലേ, അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ശിക്ഷിക്കാൻ എന്ന് പറയണം. എന്നാണ് നെൽപ്പത്തൂരിന്റെ വർണ്ണന. എന്തായാലും ആ നെൽപ്പത്തൂർ സൂചിപ്പിച്ചു, പോകുന്ന ഈ കുഞ്ഞുകുട്ടിക്ക് ഈ വാമനന് വിജയം സുനിശ്ചിതമാണ് എന്ന്. ആ ഒരു ഉജ്ജ്വല തേജസ് യാഗശാലയിലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടു. ആ ഋഷിമാരും ആ തേജസ്സില് കണ്ണഞ്ചിപ്പോയി എന്ന് പറയണം. ആ പ്രഭാവത്തില് നിഷ്പ്രഭാവി തീർന്നു എന്ന് പറയണം. 8ാമത്തെ ശ്ലോകം കേട്ടോ. താം നന്മനോത്തരകരേ ഹയമേകശാലാമാസേ ഋഷിത്വയുജാത തവ രുദ്രനേത്രൈഃ ഭാസ്വാന്തിമേഷ ദഹനോതി സനൽകുമാരോ യോഗീനു പോയമിതി ശുക്രമഹേശ ശക്തി. ആ വരുന്ന ഉജ്ജ്വല തേജസ് കണ്ട് എല്ലാവരും നിശ്ചയിച്ചു, ഈ വരുന്നത് ആരാണ്? യാഗശാലയിലേക്ക് വരുന്നു. ഋഷിമാരൊക്കെ സമയം കണ്ണഞ്ചിപ്പോയി. ആ വരുന്നത് സൂര്യനാണോ, അഗ്നിയാണോ, ദേവനാണോ, സനത്കുമാരനാണോ? ഒരു അഗ്നിഗോളം അങ്ങനെ ഉരുണ്ട് വരുന്നത് പോലെ. ചെറിയ കുട്ടിയല്ലേ, ആ തേജസ്സോട് കൂടി വരുമ്പോൾ ദൂരെ നോക്കുന്നവർക്ക് ഒരു അഗ്നിഗോളം അങ്ങനെ നടന്നു വരുന്ന പോലെയാണ് കാണുന്നത്. പിന്നെ അങ്ങനെ നടന്ന് അടുത്ത് വന്നു. ആരെങ്കിലും മുഞ്ചപ്പുല്ലുണ്ട്, കൂടനൂലുണ്ട്, ആ കൃഷ്ണമുഖത്തൂലിങ്ങനെ പൊളിച്ചിട്ടുണ്ട്, ജട പിടിച്ച ശിഖയുണ്ട്. ഇപ്രകാരം ആ ബ്രാഹ്മണകുമാരൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. യാഗശാലയിലേക്ക് അകന്നപ്പോൾ ഉടനെ ശുക്രമഹർഷിയും വലിയ ശിഷ്യന്മാരെല്ലാം കൂടി എതിരേറ്റ് സ്വീകരിച്ചു ഭഗവാനെ. അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി സിംഹാസനത്ത് ആ ബ്രഹ്മചാരി കുട്ടിക്ക് ബലി കൊടുത്തു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. പാതാരവിധങ്ങളൊക്കെ കഴുകി സകലവിധ പാപങ്ങളെ നശിപ്പിക്കുന്ന ആ പാദതീർത്ഥം ഭഗവാന്റെ കാല് കഴിപ്പിച്ച വെള്ളം ആ മഹാബലി പരമഭക്തിയോടുകൂടി ശിരസിൽ ധരിച്ചു എന്ന് പറയാണ്. ആ ശിരസിൽ ധരിച്ചു. സാക്ഷാൽ പരമേശ്വരൻ പോലും അത്യന്തം ഭക്തയോടെ ശിരസിൽ അണിഞ്ഞ ആ പാദതീർത്ഥം മഹാബലിക്ക് ആ തളിക്കാൻ സാധിച്ചത്
പൂർവ്വ പുണ്യ സുഹൃതം കൊണ്ടാണെന്ന് അവിടെ മേൽപ്പത്തൂർ സൂചിപ്പിച്ചിട്ടുണ്ട്. സുഗതി എന്ത് സുഹൃതം ചെയ്തുവോ എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ പാദതീർത്ഥം ഇപ്പൊ ഗംഗയാവുന്നില്ല, പിന്നെ ഉച്ചേര് അവിടെയാണ് ഗംഗയായിട്ട്, ആകാശം ഗംഗയായിട്ട് മാറുന്നത്. ഈ 10 പേർക്ക് ഭാഗ്യം കിട്ടിയ ഒരാളാണ് മഹാബലി എന്നും ഭാഗവതം എടുത്തു പറയുന്നുണ്ട് അവിടെ. എന്തായാലും ആ ഗംഗ ഉത്ഭവത്തിന് മുമ്പാണ് മഹാബലിക്ക് ഈ പാദതീർത്ഥം സ്വന്തം ശിരസില് ഞാൻ സാധിച്ചത്, ധരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു എന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ പാദശൗര്യം ത്വത്പാദശൗര്യം ജനകന്മഷാപകം സധർമ്മ ഇന്മൂഢനാസുമംഗളം യദ്ദേവദേവോ ഗിരിശന്ദ്രമൗലിർ ധദാരമോഗ്ന പരയാജമർത്യ എന്ന് ഭാഗവതം ഇതിനെ പറയുന്നുണ്ട്. ഇനി അടുത്ത് ആനീതമാശുവിർ മനസാഭിഭൂതേ സ്ഥാനമ്യ രൂപമസുരപ്രദാംഗ ഭക്യാസമേതീപനി നിത്യഭാവോ തത്വോയ മന്നതമോദ്ധനി ദുർഗദുർഗം. ആ ശ്രുതിയായിട്ടുള്ള ആ പ്രഹ്ലാദൻ അല്ല മഹാബലി അത് ശിരസിൽ ധരിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. അപ്പോ മേൽപ്പത്തൂരിന്റെ സംശയം പറയാണ്, എന്തുകൊണ്ട് ഈ സുഹൃതിയായി, ഇങ്ങനെയൊരു സുഹൃതം എങ്ങനെയാണ് ആ ബലിക്ക് കിട്ടിയത്? തീർച്ചയായിട്ടും പ്രഹ്ലാദവംശജതയാ പ്രതുവിദ്വിജേഷു വിശ്വാസതോരുതദിനം വിധിജോപിലേവേ യത്തേ പദാംബു ഗിരിശിരോപിലാള്യം സത്വം വിഭോ ഗുരുരാലയമായേണ. ആ പരമേശ്വരൻ ഏതൊരു ഗംഗയാണോ തലയിലേറ്റി ശിരസിലേറ്റിയിരിക്കുന്നത്, അതിനെ ഈ മഹാബലിക്ക് നിഷ്പ്രയാസം സാധിച്ചത് പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ്. പ്രഹ്ലാദന്റെ പേരക്കുട്ടിയല്ലേ, അതുകൊണ്ടാണ് അസനായിരുന്നിട്ട് പോലും ഈ ഒരു അനുഗ്രഹം കിട്ടിയതെന്ന് ഈ ശ്ലോകത്തിൽ ഈ ദശകം കഴിഞ്ഞു. 31ാമത്തെ ദശകമാണ് അർത്ഥം പറയാൻ പോകുന്നത്. അങ്ങനെ അവിടെ വന്നു, അതൊക്കെ സ്വീകരിച്ചു, എതിരേറ്റ് സ്വീകരിച്ചു. പ്രീത്യാദേത്യസ്തവതന്മകപ്രേഷണാ ത്വാമാരാധൻ അജിതരജനൻ അഞ്ജലിം സഞ്ജഗാദ മത്തക്കിന്തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം ദിത്തം ഭക്തം ഭവനം അവനിം ഭാവി സർവം പ്രദാസി. പറയാണ്, മഹാബലിക്ക് സന്തോഷമായി. മഹാബലി പറഞ്ഞു, ഓ എന്റെ പിതൃക്കളെല്ലാം ഇന്നാണ് പവിത്രരായത്, എന്റെ വംശം ഇന്നാണ് പവിത്രമായത്. അങ്ങ് ഈ യാഗശാലയിലേക്ക് വന്ന് ഞങ്ങളെയൊക്കെ ധന്യരാക്കി, ഈ യാഗശാലയെ ധന്യമാക്കി, എന്റെ വംശത്തെ പവിത്രമാക്കി. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യാഗം ഇന്നാണ് സഫലമായത്. എത്രയോ അശ്വമേധ യാഗം ഞാൻ ചെയ്തു ഇന്ദ്രപദവി കാണാനായിട്ട്, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ആ യാഗം സഫലമായിരുന്നത്. ഇന്നാണ് എന്റെ അഗ്നിഗോത്രത്തിലെ അഗ്നികളെല്ലാം വിധിപ്രകാരം ബോധിക്കപ്പെട്ടത്. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ പ്രദേശമെല്ലാം ശുദ്ധമായി തീർന്നിരിക്കുകയാണ്. അങ്ങ് എന്നിൽ നിന്ന് എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് വേണ്ടത്? അങ്ങക്ക് ആഗ്രഹമുള്ളതെല്ലാം ചോദിച്ചോളൂ, എല്ലാം സ്വീകരിച്ചാലും. എന്താ വേണ്ടത്? പശുക്കൾ വേണോ? സ്വർണം വേണോ? ഗുണമുള്ള ഗൃഹം വേണോ? ശ്രേഷ്ഠമായ അന്നപാനീയങ്ങൾ വേണോ? സുന്ദരിമാരായ കന്യകമാരുണ്ട്. ഇങ്ങനെ കന്യകമാര് ബ്രഹ്മചാരിയാണ്, അടുത്ത ഗൃഹസ്ഥാശ്രമത്തേക്ക് പോകണം, നല്ല കന്യകയെ ധരിക്കണം. അങ്ങനെ നല്ല കന്യകളുണ്ട്, പ്രബോധനങ്ങളായിട്ടുള്ള ആശ്രമത്തിൽ നല്ല നല്ല കന്യമാരുണ്ട്, സ്വീകരിക്കാനൊക്കെ പറയാണ്. സമൃദ്ധിയുള്ള ഗ്രാമങ്ങൾ വേണോ? കുതിരകൾ വേണോ? ആനകൾ വേണോ? വാഹനങ്ങൾ വേണോ? ഇവയിൽ എന്ത് വേണമോ അതെല്ലാം സ്വീകരിച്ചാലും എന്ന് പറയാണ്. അപ്പോ ഭഗവാൻ സന്തോഷിച്ചു. എന്താണ്? അങ്ങ് പ്രഹ്ലാദന്റെ പൗത്രനല്ലേ, ശുക്രമഹർഷിയുടെ ശിഷ്യനല്ലേ, അതിനാൽ ഇപ്രകാരം ധർമ്മിഷ്ഠനും ദാനശീലനുമായതിൽ ഒന്നും ആശ്ചര്യപ്പെടാനില്ല. അങ്ങയുടെ വംശത്തിൽ വീരുക്കൾ ആരും ഉണ്ടായിട്ടില്ലല്ലോ. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങയുടെ വംശത്തിൽ നിന്ന് ആരെങ്കിലും വാക്ക് മാറിയിട്ടുണ്ടോ? ഇതൊക്കെ ആ ധർമ്മം കുറച്ച് വളർത്താൻ വേണ്ടി പറയാണ്. അങ്ങയുടെ വംശത്തിൽ ആരെങ്കിലും വാക്ക് മാറിയ ചരിത്രമുണ്ടോ? അങ്ങയുടെ ആ പ്രഹ്ലാദന്റെ ചെറിയച്ഛനായിട്ടുള്ള ഹിരണ്യാക്ഷൻ അല്ലേ, വളരെ വിഷമിച്ചായിട്ടാണ് അവിടുത്തെ ആ മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ കൊന്നത്. അത്രയും ആ കഷ്ടമായിരുന്നു, പ്രയാസമായിരുന്നു ഹിരണ്യാക്ഷവധം എന്ന് പറയുന്നത്. അതിലൊന്നും വിഷ്ണു വലുതായിട്ട് അഭിമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വിഷ്ണു ആണെന്ന് അറിയില്ലല്ലോ ബലിക്ക്. അതുപോലെ പ്രഹ്ലാദന്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു ആ ജ്യേഷ്ഠനെ കൊന്ന ആ വിഷ്ണുവിനെ തിരഞ്ഞ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ അന്വേഷിച്ച് നടന്നുല്ലേ, അരേ കാസോ നടന്നില്ലേ. അപ്പൊ എന്താ ചെയ്തത്? വിഷ്ണു എവിടെയും എല്ലാ സ്ഥലത്തും ഓടി നടന്ന് അന്വേഷിച്ചു. അങ്ങനെ ആ ഹിരണ്യാക്ഷൻ വൈകുണ്ഠത്തെ സമീപിച്ചു വിഷ്ണുവിനോട് യുദ്ധം ചെയ്യാനായിട്ട്, തന്റെ ആ സഹോദരനെ കൊന്ന ഹിരണ്യകശിപനെ കൊന്ന ആ ദേഷ്യം തീർക്കാനായിട്ട്.
സമയത്ത് മഹാവിഷ്ണു എന്ത് ചെയ്തു? എവിടെയാ പോയി വിളിച്ചത്? ആ കശുവിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു എന്ന് പറയണം. കാരണം എന്താണ്? ഒരിക്കലും ഹൃദയത്തിൽ നോക്കില്ല എന്ന് ഭഗവാൻ അറിയാം. എല്ലാ സ്ഥലത്തും നമ്മളല്ലേ അന്തപുന സമാരാധ്യാപുർലഭ എന്ന് പറയല്ലേ. നമ്മൾ പുറത്തൊക്കെ അന്വേഷിച്ച് നടക്കും, എവിടെ തരില്ല? സ്വന്തം ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കില്ല. സ്വന്തം ഹൃദയം നോക്കിയാൽ എല്ലാം അവിടെ ഉണ്ട് അല്ലേ. നമ്മൾക്ക് തേടേണ്ടതായിട്ടുള്ള വസ്തു പുറത്തില്ല, ഉള്ളതെല്ലാം ഉള്ളിലാണ്. അത് മനസ്സിലാക്കിയ വിഷ്ണു എവിടെയാണ് പോയി വിളിച്ചത്? ആ വിഷ്ണുവിന്റെ ഹൃദയത്തിലാണ് പ്രവേശിച്ചത്. ഒരിക്കലും അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കില്ല എന്നറിയും. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. എന്നിട്ട് അവസാനം എന്താണ്? ഓ, എന്നെ പേടിച്ച് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് ആ കൃതാർത്ഥയിൽ അല്ലെങ്കിൽ മരിച്ചിരിക്കാമെന്ന് കരുതിയിട്ടാണ് രാജധാനിയിലേക്ക് തിരിച്ചു പോയതേ. അതുകൊണ്ട് പിന്നെയോ അങ്ങയുടെ അച്ഛനായിട്ടുള്ള മഹാബലിയോട് പറയാം, അങ്ങയുടെ അച്ഛനായിട്ടുള്ള ദ്രോണനുണ്ടല്ലോ, ആ മുമ്പിൽ ദേവന്മാർക്ക് ബ്രാഹ്മണ വേഷം ധരിച്ചു നിന്നതാണ് ആയുസ്സിന് ദാനമായി ചോദിച്ചത്. അങ്ങനെ ബ്രാഹ്മണ വേഷം ധരിച്ചു വന്ന ദേവന്മാരാണെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങയുടെ അച്ഛൻ ദ്രോണനെ കൊടുത്തില്ലേ? ഇതൊക്കെ വാക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. വാക്ക് മാറില്ല. അതുകൊണ്ട് ആ ആയുസ്സിനെ തന്നെ ദാനം ചെയ്തില്ലേ? ഇങ്ങനെയെല്ലാം അഭിനന്ദിച്ചു എന്ന് പറയാണ്. എന്താണ്? ആ ഉള്ളിലുള്ള കർമ്മം കുറച്ച് വർദ്ധിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഭഗവാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ ദാനശീലനാണ് ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങേ ഞാൻ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ടില്ല. എന്ത് വേണമെങ്കിലും സ്വീകരിച്ചു പറഞ്ഞല്ലോ. എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ട. തൻ്റെ കുഞ്ഞിക്കാലത്ത് കാണിച്ചു കൊടുത്ത് മുക്കി കാണിച്ചു. ഈ കാലം, ഈ അടി കൊണ്ട്, ഈ കാലം കൊണ്ട് എനിക്കൊരു 3 അടി പ്രദേശം വേണം, മണ്ണ് വേണം, ഇത്രയും വേണ്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് വേണ്ട. ആ അത്യാവശ്യത്തിനാണല്ലോ ഇപ്പൊ ഞാൻ ഈ ധനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബ്രഹ്മചാരി എനിക്ക് പാപമൊന്നും വന്നു ചേരില്ല. ഈ ദാനം സ്വീകരിക്കുന്നത് വലിയ പാപമൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മഹാബലി പറഞ്ഞു, ഈ 3 ലോകങ്ങളുടെയും അധിപതിയായിട്ടുള്ള എന്നെ അല്ലേ വിശ്വേശമാതൃപദമികതിം വ്യാജസേ ബാലിശസ്തം സർവാം ഭൂമിം ഗൃണുകിം അമുനീത്യാലരത്വം സദിത്യൻ യസ്മാദർപ്പാ ത്രിപദപരിഭൂത്യക്ഷമക്ഷേമവാദാൻ ഭദ്രം ചാസോ അഗവദ് അദ നഭൂവികാഠോപശാന്തി. വിശേഷമാ ഈ ലോകം പ്രപഞ്ചം മുഴുവൻ എന്റേതായിരിക്കെ ബാലിശമായിട്ട് ചോദിക്കുക 3 അടി, അതും ഈ കുഞ്ചിക്കാലോട്ട്. ഇത് ആർക്കാ മോശം? അങ്ങേക്കല്ല ബ്രഹ്മചാരി കുട്ടി മോശം. എന്ന് ചോദിച്ച മോശം ഇരിക്കുകയാണ്. നാളെ 4 പേരോട് പറയില്ലേ, മഹാരുടെ യാഗശാലയിലേക്ക് കയറി ചെന്നു, ത്രൈലോക്യം വാഴുന്ന ചക്രവർത്തിയാണ്. ഒരു കുട്ടിക്ക് 3 അടി മണ്ണുന്നത് വലിയ ദാനാണ്. ഇത് ആരും കൊടുക്കില്ല, അത് ഞാൻ കൊടുക്കില്ലേ? ഇത് ആർക്കാ മോശം? മാത്രല്ല എൻ്റെ അടുത്ത് ഒരാൾ ദാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളോട് കയ്യിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണ്. എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആളോട് പോയി ചോദിച്ചാൽ ഇന്ന ആൾക്കേ വന്നുള്ളൂ, അതുകൊണ്ടല്ലേ ഇന്ന ആളുടെ പോണ്ടി വന്ന് പറഞ്ഞാൽ മോശം ആർക്കാണ്? എനിക്കാണ്. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാണ്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് വീണ്ടും വീണ്ടും മഹാബലി പറയുന്നുണ്ട്. അപ്പൊ പറയാണ് ഭഗവാൻ, പാദത്രയായതിനമുദിതോ വിഷ്ടവെന്നാദിതുഷ്യേദിത്യുക്തേസ്മിൻ വർണ്ണഭവനേ ധാതുകാമേനതോയം ധൈര്യാചാര്യസ്തവ ഗരുപരിശാഖിന പ്രേരണാർത്ഥം മാമാദേയം ഹരിരയനിധി വ്യക്തമീവാമഭാഷി. ഇപ്പോ അങ്ങ് തരുന്ന ഈ 3 അടി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല. അപ്പൊ അങ്ങ് ചോദിച്ചു എന്ത് വേണമെങ്കിൽ തരാം. ഞാനൊരു ദ്വീപാണ് ചോദിച്ചത്. അങ്ങ് 3 ലോകങ്ങൾ ഭരിക്കുന്നുണ്ട്, ഒരു ദ്വീപ് വേണമെന്ന് പറഞ്ഞു. അതെനിക്ക് നിങ്ങൾ ഉടനെ തരും, സന്തോഷമായിട്ട് ദാനം ചെയ്യും. അത് കിട്ടി വാങ്ങിച്ചാൽ എനിക്ക് തോന്നും, ഓ ഞാൻ 2 എണ്ണം ചോദിക്കായിരുന്നു, 3 എണ്ണം ചോദിക്കായിരുന്നു അല്ലേ. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്ന് അല്ലേ. എല്ലാവരും നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് അല്ലേ. ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചോദിക്കായിരുന്നു, കിട്ടിയിരുന്നായിരുന്നു, അങ്ങനെ തോന്നും. അപ്പൊ ഈ 3 കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങ് മുഴുവൻ വന്നാലും എനിക്ക് എന്റെ മനസ്സ് തൃപ്തി അടയില്ല. അപ്പോ അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം അല്ലെ. ബ്രാഹ്മണന്റെ ലക്ഷ്യം പറയുന്നത് കിട്ടുന്നത് കൊണ്ട് നമ്മൾ സംതൃപ്തരാണ്. അതുകൊണ്ട് എന്താണ്, യാദൃച്ഛികമായി കിട്ടുന്നതിൽ സൃഷ്ടിയുള്ളവരായിരിക്കണം ബ്രാഹ്മണ സൃഷ്ടിയുള്ളവരെ. ഞാൻ ബ്രഹ്മചാരി കുട്ടിയല്ലേ, അപ്പൊ ഈ തരുന്നത് കൊണ്ട് ഞാൻ എന്റെ മനസ്സിന് സന്തോഷവാനായിരിക്കണം. അപ്പോഴേ എന്റെ തേജസ്സൊക്കെ ദിനം പ്രതിങ്ങനെ വർദ്ധിച്ചു വരുള്ളൂ. അതുകൊണ്ട് അത് മോക്ഷപ്രാപ്തിക്കും കാരണമായി തീരുന്നവരാണ്. അപ്പോ അങ്ങ് ദാനശീലിലെ അഗ്രഗണ്യനാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിപ്പോ ഈ 3 അടി മണ്ണ് മതി, ഞാൻ അത് തൃപ്തനാണെന്ന് പറയണം. അപ്പൊ നീ കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉടൻ തന്നെ മഹാബലി ദാനം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ജലം കയ്യിലെടുത്തു. ആ
ആ ജലപാത്രം കയ്യിലെടുത്തു. ആ സമയത്താണ് ശുക്രമഹർഷി പറയുന്നത്, മാമാദേയം ഹരിരയം ഇതി, അല്ലെ, വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് പറയണം. പറഞ്ഞു കൊടുത്തു. എന്താണ്? കൊടുക്കരുത്, കൊടുക്കരുത്. ഇതാരാണ്? ഹരി. ഹരി, ഹരിയാണത് വന്നിരിക്കുന്നത്. എല്ലാം ഹരിക്കുവാനാണ് വന്നിരിക്കുന്നത്. നീ ചോദിക്കുന്നതല്ല, അതിൽ കൂടുതലായി നിന്റെ എല്ലാം സർവസ്വവും നിന്നെ തന്നെയും ഹരിക്കും. ആ ഹരിയാണ്, മഹാവിഷ്ണുവാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഈ ശുക്രമഹർഷി, ഈ ഭഗവാൻ ബ്രഹ്മചാരി വേഷം ധരിച്ചു വരുന്ന സമയത്ത് ഈ കൃഷ്ണമൃഗത്തോൽ മാൻതോല് പറഞ്ഞില്ലേ, ഈ മാൻതോലെ ഈ മാവിയുടെ അങ്ങനെ പുറയ്ക്കും. ബ്രഹ്മചാരി കുട്ടികളുടെ വസ്ത്രം കൊണ്ട് ഇങ്ങനെ പുറച്ചിട്ടാണ് വരിക, അല്ലേ? കൈ കുളിട്ട് ജപിക്കുന്നു, കണ്ടല്ലേ? അങ്ങനെ പുറച്ചു വരുന്നു. ആ സമയത്ത് ഇങ്ങനെ യാചിക്കുകയാണ്, ഭഗവാൻ ഇങ്ങനെ യാചിക്കുകയാണ് മഹാബലിയോട്. ഭഗവാൻ ശരിക്കും എന്താണ്? കൊടുക്കണം, മറ്റുള്ളവർ യാചിക്കും. ഇവിടെ നേരെ മറിച്ചാണ്. അപ്പൊ മഹാലക്ഷ്മിക്ക് ഒരു സംശയം വന്നു. ഈ സർവൈശ്വര്യങ്ങളും ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ കൊടുക്കുന്ന ഞാൻ, അല്ലെ? ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാണ്? ഭഗവാന്റെ മാർഗത്തിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയെ. സർവസ്വവും ഞാൻ കൊടുക്കുന്നു, ഈ ത്രയോകങ്ങൾക്ക് വേണ്ട ഐശ്വര്യം കൊടുക്കുന്ന ഞാനാണ്. ആ ഞാൻ ഇവിടെ മാർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഭഗവാൻ ആരോട് പോയിട്ടാണ് യാചിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണമൃഗത്തോൽ കുറച്ച് നീക്കിയെന്നും ശുക്രമഹർഷി കണ്ടു ലക്ഷ്മി ദേവി എന്ന മാർഗത്തിൽ. സർവജ്ഞനാണല്ലോ, കണ്ടു. മാമാദേയം ഹരി, അത് വന്നിട്ടുള്ള മഹാവിഷ്ണുവാണ്, മറ്റാരുമല്ല. തീർത്തും അതാ വ്യക്തം, വ്യക്തതാണ്, വ്യക്തമാക്കി കൊടുത്തു. മറ്റാരല്ല, എല്ലാം ഭരിക്കാൻ അപ്പോഴേ ശുക്രമഹർഷി പോലും അറിഞ്ഞിട്ടുള്ളൂ, അല്ലേ? അറിഞ്ഞുള്ളൂ. ആ തേജസ് കണ്ട് എല്ലാവരും ബ്രഹ്മചാരി കുട്ടി വന്നു. യാഗശാലയിൽ നടത്തുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വന്നത് ഹരിയാണെന്ന് പറയണം. അപ്പോ പറഞ്ഞു കൊടുത്തു. അപ്പൊ മഹാബലി പറയാണ്, യാജത്യേവം യതി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശക്തോ വിദഗ്ധ്യ വിദ്യാവല്യ നിയതഹൃദയ ദത്തവാദ്യായ ദുഭ്യം ചിത്രം ചിത്രം സകലമനിസ പ്രാപയത്തോയപൂർവം. ഗുരു മറ്റൊരു കാര്യം കൂടി ഇവിടെ ചെയ്തു കൊടുത്തു. എന്താ അറിയോ? ഒരു ഗുരുവിന്റെ കടമയാണ്, ചുമതലയാണ് തന്നെ സമീപിച്ച ശിഷ്യനെ ദൈവസമക്ഷം കൊണ്ടുപോയി നിർത്തുക എന്ന് പറയുന്നത്, അല്ലേ? മാതാ പിതാ ഗുരു ദൈവം. നമുക്ക് മക്കളുണ്ടായാൽ അമ്മമാരെ അച്ഛനെ പിടിച്ച് കൈയേൽപ്പിക്കും. ഇതാ മകനെ ഈശ്വര സാക്ഷാത്കാരമുള്ള ഒരു ഗുരുവിന്റെ അടുത്ത് വിദ്യ അഭ്യസിക്കാൻ കൊണ്ടുപോകും ചെയ്യും. അങ്ങനെ ആ പിതാവ് കൈപിടിച്ച് നല്ല സാക്ഷാത്കാരമുള്ള ഒരു ഗുരുവിനെ അന്വേഷിച്ച് അവിടെ ഏൽപ്പിക്കും. അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ ചുമതല എന്താണ്? ദൈവത്തെ കാണിച്ചു, ദൈവത്തിനെ ആ ദൈവത്തോട് അടുക്കാനുള്ള പന്ഥാവ് തുറന്നു കൊടുക്കുക, അതിന്റെ ഉപദേശമാണ് ചെയ്യുക. ആ ഗുരു ആ സമക്ഷം ദൈവം ഇതാണ് എന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഇവിടെ ഗുരു ആ ഒരു കർത്തവ്യം കൂടി ചെയ്തു എന്നുള്ളത് ഒരു തത്വമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം ഇവിടെ വിഷ്ണുവിനെ കാണിച്ചു കൊടുത്ത് സാക്ഷാൽ ഭഗവാനെ ഗുരുവായതുകൊണ്ട് ദൈവത്തിനെ കാണിച്ചു കൊടുത്തല്ലേ, സന്യ ശിഷ്യനെ കാണിച്ചു കൊടുത്തല്ലേ. അങ്ങനെ ഒരു അർത്ഥതലം കൂടി വന്നു. ഇതാണ് നാരായണീയം വായിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്, അല്ലേ? ഈ നാരായണീയം വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നമ്മൾ കുറേ തമാശകൾ ചിരിക്കാൻ വന്നിരിക്കണമെന്നല്ല. തമാശയ്ക്ക് എത്ര വേണമെങ്കിൽ ചാനലുണ്ട്, അല്ലേ? മിമിക്രി ചാനൽ, എന്തൊക്കെയോ തമാശ പരിപാടി. നമ്മൾ ഈ സപ്താഹം കേൾക്കുന്നതും നാരായണീയം വായിക്കുന്നതും കേൾക്കുന്നതും തമാശ കേൾക്കാനല്ല, ചിരിക്കാനല്ല. അതിന് നമുക്ക് വേണ്ട സംവിധാനങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് അവിടെ കുറച്ച് സമയം വന്നിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ കേട്ട് ഇങ്ങനെ തത്വങ്ങളൊക്കെ ഉണ്ട് മനസ്സിലാക്കി ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കും ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂർ നേരിട്ട് ഇങ്ങനെ ചോദിക്കും, ഗുരുവായൂരപ്പ മേൽപ്പത്തൂരിൽ മാത്രമല്ല എനിക്കും തോന്നിയിട്ടോ അങ്ങനെയല്ലേ കൃഷ്ണ എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പിന്നെ നമ്മളെ വിട്ടുപോകില്ല. അടുത്തത് പറഞ്ഞോളൂ. കൃഷ്ണൻ കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. കുഞ്ഞി കൃഷ്ണൻ നമ്മളെ വിട്ടുപോകില്ല, കഥകൾ കേൾക്കാൻ. നോക്കാം, ഗുരുവായൂർ പോയാൽ ഓരോരോ അനുഭവം ഓരോരുത്തരും പറയും, അപ്പ കണ്ടു, ഞാൻ കണ്ടു, പിന്നെ കണ്ട്, എന്റെ കൂടെ ഉണ്ട്, ഞാൻ പ്രാർത്ഥന. ഇങ്ങനെ എങ്ങനെ സാധിക്കണോ ഈ ഒരു ഭക്തി? ഇതിനാണ് നമ്മൾ കഥ കേൾക്കുന്നത്. ആ ഭഗവാനെ മനസ്സിനെ വെച്ചാൽ പിന്നെ വിടാൻ പാടില്ല. ഭഗവാൻ പിന്നെ നമ്മളെ വന്നങ്ങനെ കേട്ടു, അടുത്ത കഥ പറഞ്ഞോളൂ. അങ്ങനെ നമുക്ക് ഉള്ളിൽ നിന്ന് ഓരോ തത്വങ്ങൾ ഉദിക്കണം, മനസ്സിലാവണം. അങ്ങനെ ആ ഭക്തി നിർഭരമാവുമ്പോൾ മനസ്സിൽ നിന്ന് നമുക്ക് തോന്നും ഇതല്ലേ എന്ന് തോന്നും. അങ്ങനെ നമ്മൾ നാരായണീയം ഭാഗവതം പഠിച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭഗവാൻ നമ്മളെ വിട്ട് ഒരിക്കലും പോകാൻ തോന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ആ പാദചലനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷനാവും. അപ്പൊ എന്തായാലും അങ്ങനെ പറയാണ് അപ്പൊ പറയാണ് മഹാബലി, ഞാനിപ്പോ അന്ന് പറഞ്ഞു തന്നല്ലോ സാക്ഷാൽ ഭഗവാനാണെന്ന്. ഇപ്പൊ എന്റെ കാമം പൂർണ്ണ കാമോസ്മി സ്വഭാവം, എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് പൂർത്തിയായി. ഏതൊരു ഭഗവാനെയാണോ ആരാധിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വരങ്ങൾ യാചിക്കുന്നത്, ആ ഭഗവാൻ
തരൂ 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 തരൂ. അങ്ങനെയുള്ള ഭഗവാൻ വന്നിട്ട് എന്നോട് യാചിക്കാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൃതാർത്ഥത ഭാഗ്യം മറ്റൊരുവർ കിട്ടണം അല്ലെ? ഒരു അസുരായിരിക്കുന്നത് പോലും എനിക്ക് ഈ ഭാഗ്യം കിട്ടുന്നുണ്ടോ? എന്റെ ആഗ്രഹം പൂർത്തിയായിരിക്കുന്നു. കൊടുക്കാമെന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റില്ല, ആ വാക്കിൽ നിന്ന് വ്യതിചലിക്കില്ല, കൊടുക്കുകയെ ചെയ്യുമെന്ന് പറയുന്നു. ആ സമയത്ത് ഗുരു ശപിക്കുന്നു. ഗുരു പറയാണ്, നീ എന്റെ വാക്ക് കേട്ടില്ല, നിനക്ക് ഈ വന്നിരിക്കുന്നവൻ വെറുതെ പോവില്ല, ആ വിശ്വരൂപം എടുക്കും, സർവ്വതും മറന്നെടുക്കും, നിന്റെ ഉപജീവനം തന്നെ നഷ്ടപ്പെടും, നിനക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത വിധം എല്ലാം കവർന്നെടുക്കും എന്ന് പറയണം. പിന്നെ ഒരു ക്ലോസ് വ്യക്തികളുടെ ശാസ്ത്രത്തിൽ കുറച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഈ സത്യം പറഞ്ഞു, സത്യം പറയുള്ളൂ, സത്യം ചെയ്യുള്ളൂ, വാക്ക് മാറില്ല പറഞ്ഞില്ലേ, അതിനൊന്നും വലിയ കാര്യമില്ല. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞാട്ടോ, ഞാൻ പറയണതല്ല, തമാശ പറയുമ്പോൾ ഒരു വിവാഹം നടത്തി കൊടുക്കാനായിട്ട് ഉപജീവനത്തിന് വേണ്ടി പ്രാണൻ പോകും എന്ന് വരുന്ന സമയത്ത് പശുക്കളെ സംരക്ഷിക്കാൻ, ബ്രാഹ്മണരുടെ യുദ്ധത്തിനായി സംരക്ഷിക്കാൻ, ഒരു ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു സമയത്ത് നമ്മൾ ഒരു അസത്യം പറഞ്ഞാലും അത് വലിയ കുഴപ്പമില്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് നീ പോയി സത്യത്തിൽ നിന്ന് കുറച്ച് പിന്മാറിയാലും നിനക്ക് ദോഷം വരില്ല, കാരണം നിന്റെ ജീവന് തന്നെ ഹാനി സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത്. ഇത്രയെല്ലാം പറഞ്ഞിട്ട് മഹാബലി അതിനെ പിന്മാറിയില്ല. അപ്പൊ പറഞ്ഞു, എന്റെ വാക്ക് കേൾക്കാത്ത നീ സർവ ഐശ്വര്യവും നിനക്ക് നഷ്ടമായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ആ ശാപം, ഗുരുവിന്റെ ശാപവും ഏറ്റുവാങ്ങി മഹാബലി. എന്നിട്ടും ആ സത്യലംഘനം ചെയ്തില്ല എന്ന് പറയണം. ആ സമയത്ത് വിന്ധ്യാവലിയെ വിളിച്ചു. ആ ദാനം കൊടുക്കാനായിട്ട് ജലം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മഹാബലി തന്റേതായ സകലവും ഭഗവാന് ഉദകപൂർവം എന്ത് ദാനം ചെയ്യുമ്പോഴും ആദ്യം ജലം ദാനം ചെയ്യണമെന്നാണ് ശാസ്ത്രം. ആ വിധി പ്രകാരം തന്നെ ആ ഉദകപൂർവമായ ദാനം എന്ന് അത് കൊടുക്കണം. അപ്പൊ തനിക്ക് സർവനാശം വരും പറഞ്ഞു, വാക്ക് മാറ്റുവാൻ ഉപദേശിച്ചു, ഗുരുവിന്റെ ശാപം കേട്ടു, സത്യം കൈവടിയാതെ ലോകം മുഴുവൻ ദാനം ചെയ്തു എന്നറിഞ്ഞ ആ ദേവന്മാരും എല്ലാവരും തന്നെ ആ സമയത്ത് വലിയ വാഴ്ത്തി സ്തുതിച്ചു എന്ന് പറയണം. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്തു? വാമന രൂപം കൊണ്ട ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങനെ തന്റെ നിസ്സന്ദേഹം വിധികുലപദോ അശേഷാർപ്പണം പുഷ്പവർഷം ദിവ്യം ധൂപം തവരദിനം പശ്യതാം വിശ്വഭാജ വിശ്വാണ്ടവാണ്ടം. ആ പുഷ്പവൃഷ്ടിയൊക്കെ ചെറിയുന്ന സമയത്ത് ഭഗവാൻ അങ്ങനെ അളന്നെടുക്കാൻ വേണ്ടി തുടങ്ങാണ് തന്റെ രൂപം, വിശ്വരൂപം. ആ വിരാട് രൂപത്തെ ഭഗവാൻ മഹാബലി കണ്ടു. ഇവിടെ വിശ്വരൂപ ദർശനം. ആ മഹാബലിയുടേതായിട്ടുള്ള ലോകം മുഴുവൻ ഭഗവാൻ ഒരു കാലടി കൊണ്ട് അളന്നെടുത്തു. ശരീരവ്യാപ്തി കൊണ്ടും ആകാശത്തെ കൈകളെ കൊണ്ട് ദിക്കുകളെ കൊണ്ട് അളന്നെടുത്തു. എന്നിട്ടോ രണ്ടാമത്തെ കാലടി കൊണ്ട് സ്വർഗവും അളന്നെടുത്തു. ഭഗവാന്റെ രണ്ടാമത്തെ കാലടി ഉയർന്നവരെ വന്നു. മഹർലോകം, ജനലോകം, തപോലോകം എന്നിവയെയും കടന്ന് പിന്നെയും നമ്മുടെ മേലോട്ട് പോകാൻ തുടങ്ങി. ത്വൽപാദാഗ്രം നിരവധഗതം കുണ്ഡലീകോത്ഭവസോ കുഞ്ഞീതോയെ അസിതലപുരാധരം സച്ചലോകാൻ ഹർഷോത്കഷ്ടാസുഗനനിലേ വേദരേ പുസ്തകേ ധൈര്യം വിഘ്നൻ ഭുവനവചരചാമ്പവാൻ ഭക്തിശാലി. ആ കാലിനെ പൊങ്ങി 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 വരുമ്പോൾ നിർമ്മലബന്ധത്തിൽ ബ്രഹ്മാമയം വേഗം കമണ്ടതെടുത്തു. ഭഗവാന്റെ പാദങ്ങളെ പിടിച്ചു, ആ തലവരെ പിടിച്ച് അഭിഷേകം ചെയ്തു. ആ പാദതീർത്ഥമാണ് പിന്നീട് ആകാശഗംഗയായി മാറി. ആകാശഗംഗയായി മാറി പിന്നീട് ഭൂമിയിലേക്ക് പുണ്യതീർത്ഥമായിട്ട് വന്നത്. ഈ ആകാശഗംഗയുടെ ഇപ്പോഴേ മാറുന്നുള്ളൂ. പക്ഷെ മഹാബലിക്ക് അവിടെ ആദ്യം തന്നെ ആ പാദതീർത്ഥം ഗംഗയായിട്ട് വിളിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചു. അതാണ് സുകൃതി എന്ന് മേൽപ്പത്ത് പറഞ്ഞിരിക്കുന്നത്. നാരായണനെ ശ്രദ്ധിച്ച് വിളിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലായി ഓർമ്മ വരുന്നത്. ആ പിന്നീടാണ് ആകാശഗംഗയായിട്ട് ഒഴുകിയിട്ട് എല്ലാ ലോകത്തെയും പരിശുദ്ധമാക്കിയത്. ഈ വിജയോത്സവം ജാമ്പവാൻ പെരുമ്പറ ചിരഞ്ജീവിയാണോ ജാമ്പവാൻ? ആ ലോകം മുഴുവൻ പെരുമ്പറ കൊട്ടിക്കൊണ്ട് അറിയിച്ചു എന്ന് പറയണം. ഇങ്ങനെ ആ വിഷ്ണു ബ്രഹ്മചാരി വേഷത്തില് മഹാബലിയെ ശ്രദ്ധിച്ചതാണെന്ന് അറിഞ്ഞ അസുരന്മാർ അറിഞ്ഞു. അവർ ആയുധങ്ങളുമായിട്ട് ഭഗവാന്റെ നേർക്ക് പാഞ്ഞു വന്നു. ആ സമയത്ത് നന്ദൻ, സുനന്ദൻ, ജയൻ, വിജയൻ തുടങ്ങിയ വിഷ്ണുവിന്റെ കിങ്കരന്മാരെല്ലാം അവരെ തോൽപ്പിച്ചു. ആ സമയത്ത് ബലി അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. അരുത്, വന്നിരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാനോട് ഒരിക്കലും നിങ്ങള് ഇങ്ങനെയുള്ള കൃത്യം ചെയ്യരുത്, നിങ്ങള് ഭഗവാനെ ഒന്നും ചെയ്യരുത്, ഭഗവാൻ യുദ്ധത്തിൽ പോരുത്. നമ്മൾ അന്ന് ജയിച്ചു പറഞ്ഞാൽ അന്ന് കാലഗുണം, കാലം നമുക്ക് അനുകൂലമായിരുന്നു, ഈശ്വരാനുഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ജയിച്ചു. വീണ്ടും നമുക്കൊരു കാലം വരും അതുപോലെ നിങ്ങൾ കാത്തിരിക്കണം. ദൈവീയ നിങ്ങൾ നിങ്ങളുടെ ലോകത്തിലേക്ക് പാതാളത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ബലിയുടെ വാക്കുകൾ കേട്ടിട്ട് അവർ പാതാളത്തിൽ
പാദത്തിലേക്ക് പോയി. പാശേബദ്ധം പരമപരിണാദിത്യമുച്ചൈരവാദീഹി താർത്തീകം വിഷമപദം കിന്നനിശേഷരോസി പാദം മുണ്ടി പ്രയഭവം നിത്യകമ്പം വദന്തം പ്ലഗ്രാതസ്ഥം സ്വയംഭൂതോ മാനേനസ്തദീതാം. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മകയെ ചോദിച്ച് ഭഗവാൻ ചോദിക്കുകയാണ്, എല്ലാം തരാം എന്ന് പറഞ്ഞല്ലോ, ഞാൻ മൂന്നടി മതി എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു? എല്ലാം എന്റെയാണെന്ന് പറഞ്ഞല്ലോ. ഇനി അടക്കാൻ എന്റേതായിട്ട് എന്തുണ്ട്? എല്ലാം ഞാൻ അളന്നെടുത്തു കഴിഞ്ഞു. ഇനി ഈ പാദം ഞാൻ എവിടെയാണ് മൂന്നാമത്തെ അടി വെക്കേണ്ടത് എന്ന് പറയാണ്. അങ്ങയുടെ മുമ്പിൽ വെച്ച് ലോകം മുഴുവൻ ഞാൻ എവിടെയാണെന്ന് മൂന്നടി എവിടെ വെക്കും ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും അസത്യമാകില്ല, ഞാൻ അസത്യം പറയില്ല, അസത്യം ചെയ്യില്ല, പ്രവർത്തിക്കില്ല, എന്തു തന്നെ വന്നാലും എന്റെ സത്യം ഞാൻ കൈവടിയില്ല എന്ന് പറഞ്ഞ് ആ ശിരസ് നമിച്ചു. ഭഗവാന്റെ മുമ്പില് എന്റെ ശിരസ് നമിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ശിരസിൽ അങ്ങയുടെ പാദം വെച്ച് ഞാൻ അനുഗ്രഹിക്കണം എന്ന് പറയാണ്. അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ബ്രഹ്മർഷിമാരുടെ തപസ് രൂപം വന്നതുപോലെയാണ് അന്നേ ബന്ധുക്കള് എന്റെ ആ യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചത്. ഇന്നാണ് എന്റെ ബന്ധുക്കള് തൃപ്തരായെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഭഗവാനെ അവിടുത്തെ ആ ശിക്ഷണ അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. അസുരന്മാരായ ഞങ്ങളെ മറ്റാർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ അനുഗ്രഹിക്കുന്നവനാണ് സാക്ഷാൽ ഭഗവാനായിട്ടുള്ള അവിടുന്ന്. വാസ്തവത്തിൽ ഐശ്വര്യത്തെ നശിപ്പിക്കുന്ന എന്തിനാണ്? അഹങ്കാരം വിടാനായിട്ട്. അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അനുഗ്രഹമാണ് ഭഗവാൻ ഞങ്ങൾക്ക് ശിക്ഷയായിട്ട് തരുന്നത്. അതുകൊണ്ട് ഈ സമ്പത്തൊക്കെ ഉണ്ടായാൽ എന്താണ്? ആർക്കും അഹങ്കാരം ഉണ്ടാകും. എന്റെ മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദൻ അങ്ങയുടെ പാദകമലങ്ങളെയല്ലേ ശരണം പ്രാപിച്ചത്, അല്ലേ? ഹിരണ്യകശിപുവിന്റെ രാജധാനിയോ ആ സ്വത്തിനെ ആഗ്രഹിച്ചോ? മറിച്ച് എന്തെല്ലാം ശിക്ഷ കൊടുത്തു, അല്ലേ? എന്റെ മുത്തച്ഛന് എപ്രകാരമെല്ലാം വിഷം കൊടുത്തും എല്ലാം രാവിലെ നമ്മൾ കഥകളൊക്കെ എത്തുമല്ലോ. ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവിച്ചിട്ടും എന്റെ മുത്തച്ഛൻ വ്യതികരിച്ചില്ല, അങ്ങയെ ശരണം പ്രാപിച്ചില്ലേ? അതുപോലെ എത്ര ദോഷിച്ച ഹിരണ്യകശിപുവിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അതുപോലെ ഏതോ പൂർവ്വജന്മ പുണ്യ സുഹൃതം കൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ പോയി എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഇത് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ മുത്തച്ഛന് വളരെ സന്തോഷം തോന്നി. തന്റെ പേരക്കുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാനെ ആ ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞ് അവിടെ യാഗശാലയിൽ എത്തിയിട്ട് പ്രഹ്ലാദൻ എന്നിട്ട് ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും അങ്ങേക്ക് നമസ്കാരം, സ്തുതിയൊക്കെ ഉണ്ടോ, സ്തുതിയൊക്കെ ഗംഭീരമായി സ്തുതിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് പറയാണ്, എന്റെ പേരക്കുട്ടിയെ ആ ഭാവിയിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടാകാത്ത വിധത്തിൽ അങ്ങ് അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് വിദ്യാവലിയെ വിളിച്ചു. വിദ്യാവലിയും വന്ന് കൈകൂപ്പി തൊഴുതു. ഈ സമയത്ത് ബ്രഹ്മദേവൻ ചോദിച്ചു. ഈ സമയത്തവിടെ ഈ ഗരുഡദേവൻ വന്നിട്ട് മഹാബലിയെ ഈ ശിരസ് നമിക്കുന്നതിന് മുമ്പ് കെട്ടിയിടുന്നുണ്ട്, വരുണമാശ കൊണ്ട് വന്ദിക്കുന്നുണ്ട്. ഈ രണ്ട് ചോദ്യമാണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്. ആദ്യം ചോദിച്ചു, എന്തിനാണ് ഭിക്ഷ യാചിച്ചത്, എന്തിനാണ് ഈ പാശം കൊണ്ട് കെട്ടിയിട്ടത്? അതാണ് ആദ്യത്തെ ചോദ്യം. അവിടേക്കാണ് ഈ കഥ വരുന്നത്. അവിടെ ഈ കഥ പൂർത്തിയാവുള്ളൂ. അതിന്റെ ഉത്തരം നമ്മൾ കേൾക്കണം. എന്തിന് കെട്ടിയിട്ടു പരീക്ഷിച്ച് ചോദിക്കുകയാണ്. എല്ലാം കൊടുത്തു, പിന്നെ എന്തിനാ വരുണമാശ കൊണ്ട് കെട്ടിയിട്ടത് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയണ ബ്രഹ്മദേവൻ ഭഗവാൻ പറയാണ്, ബ്രഹ്മാവേ, ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചാലേ അയാളുടെ ഐശ്വര്യത്തെയാണ് ഞാൻ ആദ്യം കവർന്നെടുക്കുക. കാരണം ഐശ്വര്യം നഷ്ടപ്പെട്ടാൽ മാത്രമേ അഹങ്കാരം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ആ അഹങ്കാരം എന്താണ്? അഹങ്കരിക്കുന്നവൻ എന്താണ്? എന്നെയും ഈ ലോകത്തെ തന്നെ അപമാനിക്കുന്നവനാണ്. അപ്പൊ നമ്മളെ വിദ്യ കൊണ്ടോ പണം കൊണ്ടോ ധനം കൊണ്ടോ ഐശ്വര്യം കൊണ്ടൊക്കെ അഹങ്കാരം കാണിക്കുമ്പോ അത് ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അഹങ്കാരം. അതുപോലെ ജനങ്ങളിൽ അപ്പോ അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കയ്യിൽ നമുക്ക് കിട്ടുന്നത്. ആ മനുഷ്യജന്മം കിട്ടിയാൽ നമ്മൾ യൗവനം കൊണ്ടോ വിദ്യ കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ ഒന്നും നമ്മളെ അഹങ്കരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അഹങ്കാരം വരാൻ പാടില്ല. അതുകൊണ്ട് എന്നെ സർവാത്മന ആശ്രയിച്ചവന് ഞാൻ എല്ലാ സമ്പൽ സമൃദ്ധിയും കൊടുക്കും. പക്ഷെ അഹങ്കാരം പാടില്ല. അഹങ്കാരം ശമിച്ചാൽ മാത്രമേ ഞാൻ അവനെ എൻ്റെ ആ പദവിയെ കൊടുക്കുള്ളൂ. ആ സായുജ്യ പദവി കൊടുത്ത് അനുഗ്രഹിക്കണമെങ്കിൽ അഹങ്കാരം ശമിക്കണം എന്ന് പറയാണ്. ഇത് ഇപ്പൊ ഈ മഹാബലി അഹങ്കാരത്തിന്റെ ഒരു കഴിയ പോലും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുന്നു. എന്നിട്ടോ എന്റെ മായയെ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. ആ മായാശക്തി ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ശകാരം കേട്ടു. വേണമെങ്കിൽ എന്റെ ശകാരം കേട്ടു പറയണം. ഭഗവാൻ പറയണം ബ്രഹ്മദേവനോട്, വേണമെങ്കിൽ ചോദിക്കായിരുന്നു, അല്ലേ? ഈ എന്നെ അളന്ന് എടുക്കാൻ കാണിച്ചത് ചെറിയ കാലടി, അളക്കാൻ തുടങ്ങിയപ്പോൾ ആ കാല്
വലുതായില്ലേ, ബ്രഹ്മാണ്ടത്തോളം ഉയർന്നു വന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് ചോദിക്കും. പക്ഷെ മഹാത്മാക്കൾ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. അതുകൊണ്ട് ആ മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ്. അതുപോലെ അടുത്ത മന്യന്തത്തിൽ സാവണ്യ ബന്ധത്തിൽ ഇദ്ദേഹം ഇന്ദ്രനായി തീരും. അതുവരെ ഈ വിശ്വകർമ്മ നിർമ്മിക്കപ്പെട്ട സുതലം ദേവന്മാർ പോലും ആഗ്രഹിക്കും. വേഗത്തിൽ സംസാരിക്കരുത്, 2 മിനിറ്റ് നിർത്താം. ദേവന്മാർ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, തുടങ്ങുമ്പോ മഹാബലിയെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, എന്താണെന്നുള്ളത് അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന സുതലം. അവിടെ ദേവന്മാർ വിചാരിക്കുന്ന ഞങ്ങൾ സ്വർഗലോകം എടുത്തു, ഈ ഭഗവാൻ സുതലത്തിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ലേ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള സുതലത്തിൽ അവിടെ താമസിപ്പിച്ചു. പ്രഹ്ലാദനെ അവിടേക്ക് അയച്ചു, എല്ലാവരും അവിടേക്ക് അയച്ചു. താനും അവിടെ കാവൽക്കാരനായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ട്. എന്റെ ദർശനം നിനക്ക് എപ്പോഴും കിട്ടുമെന്ന് പറയുന്നുണ്ട്. മഹാബലിയോട് ഞാൻ അവിടെ ഹൃദയം പിടിച്ച് നിൽക്കും, ആ സുദർശനം വെച്ച് നിൽക്കും. അപ്പൊ അസുര സ്വഭാവം ഇനി വരുന്നില്ല. കാരണം കണ്ണു തുറന്നാൽ നോക്കുന്നത് ഇനി എന്നെയാണ്. അതുകൊണ്ട് എന്റെ ദർശനം എനിക്കുള്ളതുകൊണ്ട് നിനക്ക് ആ ആസുരികമായ ഭാവം ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശുക്രമഹർഷിയോട് പറഞ്ഞു, ഈ യാഗമൊക്കെ പൂർത്തിയാക്കുക പറഞ്ഞു. ശുക്രമഹർഷി യാഗമൊക്കെ പൂർത്തിയാക്കി ആ ഇന്ദ്രന് ആ രാജ്യങ്ങളൊക്കെ തിരിച്ചു നൽകുകയും ചെയ്തു എന്ന് പറയാണ്. എന്നിട്ടാണ് ആ 10ാമത്തെ ശ്ലോകം. ഭഗവാൻ പറയാണ്, അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ് അസശ്രേഷ്ഠ ഞാൻ ഇതൊക്കെ ചെയ്തത്. സ്വപ്നത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് ലോകം നിനക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം എന്റെ സായുജ്യ പദവിയും നിനക്ക് ലഭിക്കും. വരാൻ പോകുന്ന സാഗർണ്യ മന്വന്തരത്തിൽ നീ ആയിരിക്കും ഇന്ദ്രനായിട്ട് ഭവിക്കുന്നത്. ഇപ്പൊ ഈ അസുര ജന്മമെടുത്ത് ഇന്ദ്രനെ ജയിച്ച് പദവി നേടാൻ ഇത്ര അശ്വമേധ യാഗം ചെയ്തല്ലോ. ഇതിനൊന്നും നീ പ്രയാസപ്പെടേണ്ട. വരുവാൻ പോകുന്ന മന്വന്തരത്തിൽ നീ ഇന്ദ്രനായിട്ട് ഭവിക്കും എന്നുള്ള അനുഗ്രഹത്തെയും ഭഗവാൻ നൽകിയിട്ടാണ് ഈ വാമന അവതാര കഥയെ. ഇത് കേൾക്കുന്നത് പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം പറയുന്നുണ്ട്, യജ്ഞങ്ങൾ നടത്തുമ്പോഴൊക്കെ ഈ കഥ വളരെ പുണ്യമാണ്, കേൾക്കുന്നവർക്കും ശ്രമിക്കുന്നവർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കഥ ഇവിടെ പൂർത്തിയാക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ വാമനാവതാര ശ്രാദ്ധം, ഈ യജ്ഞം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ചരിത്രത്തെ സൃഷ്ടിച്ചാൽ അതാത് കർമ്മങ്ങൾക്ക് സഫലമായി പറഞ്ഞുകൊണ്ട് ഈ വാമന അവതാര കഥയെ ഈ ശുക്രമഹർഷി പരീക്ഷത്തിൽ പറഞ്ഞുകൊടുത്ത് ഭാഗവതം ഇങ്ങനെയാണ് ഈ കഥ സമാപിക്കുന്നത്. എന്തായാലും ഉള്ളിൽ വാമനാവതാരം കേട്ടോ, നമുക്കും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അഹങ്കാരത്തിന്റെ അല്പസ്വല്പം ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ച് നമുക്ക് ഭഗവാനെ സായുജ്യ പദവി കിട്ടാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയേർവാ